പ്രത്യേകതയുണ്ട്. ഇവിടെ പള്ളികളിലെ പെരുന്നാൾ വന്നാലും അമ്പലങ്ങളിൽ ഉത്സവം വന്നാലും ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് അത് വലിയൊരു ആഘോഷമാക്കി വമ്പൻ വിജയമാക്കി മാറ്റും. ഇതിലൂടെ ഇവർ നമുക്ക് കാണിച്ചു തരുന്നത് തന്നെ ഇവർ തമ്മിലുള്ള ഒത്തൊരുമയും സൗഹാർദ്ദവും സ്നേഹവും ഒക്കെയാണ്. ഞാനിപ്പോൾ ഉള്ളത് ആലക്കോടുള്ള ഉത്തര മലബാറിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നായ അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ്. നമുക്ക് ബാക്കി ഉത്സവ വിശേഷങ്ങളൊക്കെ ഒന്ന് നടന്നു കണ്ടാലോ? വാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഉത്തര മലബാറിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രമെന്ന്. അതിനൊരു കാരണമുണ്ട്. ഇന്ത്യയിൽ തന്നെ മഹാദേവനും കിരാതമൂർത്തിക്കും തുല്യ പ്രാധാന്യമുള്ള അപൂർവങ്ങളിൽ അപൂർവമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രം. കിരാതമൂർത്തിയുടെ ഐതിഹ്യം ആർക്കെങ്കിലും അറിയാമോ? അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ പറയണം. എല്ലാ വർഷവും 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ക്ഷേത്ര മഹോത്സവത്തിൽ കേരളത്തിന് അകത്തുനിന്ന് മാത്രമല്ല പുറത്തുനിന്നും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ ഭക്തരായിട്ട് എത്താറുള്ളത്. എനിക്കിവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഇത്രയും തിരക്ക് ഈ ഒരു മഹോത്സവത്തിന് ഇവിടെ ഉണ്ടാകുന്നതെന്ന്. കാരണം മറ്റൊന്നുമല്ല, വളരെയധികം സമാധാനവും ശാന്തിയും നിറഞ്ഞൊരു അന്തരീക്ഷമാണ് ഈ അമ്പലത്തിന് ചുറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, പരമശിവനും കിരാതമൂർത്തിയും ഒരുമിച്ചുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രമെന്ന്. ഇവിടെയുള്ളത് പരമശിവന്റെ പ്രതിഷ്ഠയും തൊട്ട് താഴെയുള്ളത് കിരാതമൂർത്തിയുടെ പ്രതിഷ്ഠയുമാണ്. വർഷങ്ങൾക്ക് മുന്നേ ഈ പ്രദേശങ്ങളെല്ലാം തന്നെ കൊടും കാടായിരുന്നു. 1957 കാലഘട്ടങ്ങളിൽ ഇവിടെയുള്ള ജനങ്ങൾ കാടിനകത്ത് ഈ അമ്പലത്തിൻ്റെ അംശങ്ങൾ കാണുകയും അന്നത്തെ ആലക്കോട് രാജാവ് ഈ അമ്പലത്തിനെ പുനർനിർമ്മിക്കുകയും ശേഷം ഇന്ന് ഈ കാണുന്ന പോലെ മഹാദേവ ക്ഷേത്രമായി മാറുകയും ചെയ്തത്. ഞാനിപ്പോൾ ഉള്ളത് അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രത്തിനകത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിന് മുന്നിലാണ്. ഇവിടെ ഉപദേവന്മാരുടെ പ്രതിഷ്ഠ കൂടാതെ തെക്ക് കിഴക്ക് സ്ഥാനം മാറിയാണ് ഈ ഭദ്രകാളി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആലക്കോട് ഒരു ആഘോഷം വന്നു കഴിഞ്ഞാൽ പടിഞ്ഞാത്തുകാരുടെ പ്രസൻസ് അവിടെ മസ്റ്റാണ്. അതിന് അമ്പലത്തിലെ ഉത്സവമാകട്ടെ പള്ളിയിലെ പെരുന്നാളാകട്ടെ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയണ്ടേ? ഇന്ന് ഈ ക്ഷേത്രത്തിലെ പറയെടുപ്പാണ്. അതായത് ഈ ക്ഷേത്രത്തിൽ നിന്നുള്ള എഴുന്നള്ളത്ത് ആലക്കോടുള്ള എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും ചെന്ന് പറയെടുക്കുന്നതായിരിക്കും. ഈ എഴുന്നള്ളത്തിനായിട്ടുള്ള പടിഞ്ഞാത്തിന്റെ ഒരുക്കങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലല്ലോ? കണ്ടു നോക്കാം. അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ ഐതിഹ്യമായ കിരാതമാണ് പടിഞ്ഞാത്ത് ഗോൾഡ് ഡയമണ്ട്സ് ഇവിടെ ടാബ്ലോ ആയി മനോഹരമായി ഒരുക്കി വെച്ചിട്ടുള്ളത്. ആലക്കോട് അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ എല്ലാ ഭക്തജനങ്ങൾക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആശംസകൾ.